ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ തറവാട്ട് മുറ്റത്താണ് നിൽക്കുന്നത്. ഏകദേശം 100 കൊല്ലം പഴക്കമുള്ള ഒരു വീടാണിത്. ഇത് റിനോവേറ്റ് ചെയ്തതാണ്. ഈ വീട് നിൽക്കുന്നത് 18 സെൻറ്റോളം വലുപ്പമുള്ള ഒരു പ്ലോട്ടിലാണ്. ട്രഡീഷണൽ വാല്യൂ കീപ്പ് ചെയ്തിട്ടാണ് ഇത് റിനോവേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഓൾഡ് ഫോട്ടോ അവസാനം കാണിക്കുന്നുണ്ട്. ഇത് തറവാട്ടിലെ കുളമാണ്. ഫ്രണ്ട് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ വലിയുപ്പ, ഇതെൻ്റെ വലിയുമ്മയാണ്, ഇത് ഞാനും. ഇത് എൻ്റെ എളാപ്പയാണ്. ഈ വീടിൻ്റെ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത് എൻ്റെ എളാപ്പയാണ്. ഇതൊക്കെ പഴയ വീടിൻ്റെ ജനവാതിലാണ്. ആ ജനവാതിൽ ഇവിടെ കൊണ്ടുവന്ന് ഡിസൈൻ ചെയ്തതാണ്. ഈ ഒരു ഭാഗം കുട്ടികൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ടാണ്. കളിച്ചു വരുന്ന കുട്ടികൾ ഇവിടെ നിന്ന് കുളിച്ചിട്ട് ആണ് അകത്തേക്ക് കയറാറ്. ഒന്നും പറയാനില്ല, ഹാപ്പി അല്ലേ? ഇതെൻ്റെ എളാപ്പ തന്നെ സ്വയം ഡിസൈൻ ചെയ്ത് പണി കഴിപ്പിച്ച ഒരു ഊഞ്ഞാലാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വാതിലുകൾ, വിൻഡോകൾ എല്ലാം പഴയ വീടിൻ്റെതാണ്. ഉള്ളിലേക്ക് കയറുകയാണ്. ഉള്ളിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. പുറത്തേക്ക് ഇതാണ് സിറ്റ് ഔട്ട്. പണ്ട് കാലങ്ങളിൽ തന്നെ നീളം ഉള്ളൊരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പോർഷന് റിനോവേറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്തതാണ്. എൻ്റെ വലിയുമ്മാൻ്റെ പേരാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന പോർഷനൊക്കെ പഴയ മോഡലാണ്. വളരെയധികം ബലമുള്ള മരങ്ങളാണെല്ലാം. ഇനി നമ്മൾ പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് ഹാളിൻ്റെ സ്ട്രക്ചർ പഴയ ആ ഒരു വീടിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇതിൻ്റെ ഡോറുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. പിന്നെ ലോക്ക് സിസ്റ്റം എല്ലാം വളരെ ട്രഡീഷണലാണ്, അതുപോലെ തന്നെ വളരെ ഉറപ്പുള്ളതുമാണ്. ഈ വീടിൻ്റെ പ്രധാനപ്പെട്ട വാതിലാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് അറകളുള്ളത്, അഥവാ റൂമുകളുള്ളത്. ഇതാണ് റൂമിലേക്കുള്ള ഒരു വഴി. ഇതിൻ്റെ മുകളിൽ യൂസ് ചെയ്തിട്ടുള്ള വുഡാണിത്. ഈ വുഡ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും 100 കൊല്ലം കഴിഞ്ഞാലും ഇനിയൊരു 100 കൊല്ലത്തേക്ക് ഒന്നും ഈ മരം ആവില്ല. ഇതാണ് മെയിൻ റൂം, മാസ്റ്റർ റൂം. ഇവിടെ പഴയതായിട്ട് ആ ജനവാതിലും അതുപോലെ തന്നെ ആ റൂമിൻ്റെ ഡോറും. ഈ ബാത്റൂം പിന്നീട് ചെയ്തതാണ്. ഇവിടെ ബാത്റൂം ഇല്ലായിരുന്നു. ഈ വാതിൽ കണ്ടില്ലേ, ഇതൊക്കെ പഴയ വാതിലാണ്. ഇതിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല, ജസ്റ്റ് പോളിഷ് ചെയ്തിട്ടേ ഉള്ളൂ. ഉള്ളിൽ നിന്ന് ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണിത്. ഈ പോർഷന് ആദ്യം ചെറിയൊരു റൂമായിരുന്നു, അതിപ്പോൾ പ്രെയർ ഹാളായിട്ട് ഉപയോഗിക്കുകയാണ് ഇവർ. ചെറിയൊരു ഷെൽഫ് സ്റ്റെയർ കേസിൻ്റെ അടിയിൽ. ഇതാണ് അന്നത്തെ ഒരു ലോക്ക് സിസ്റ്റം. കണ്ടോ, നല്ല ഉറപ്പുള്ള ഒരു ലോക്ക് സിസ്റ്റം ആണുള്ളത് വാതിലിന്. ഇതൊരു ബെഡ്റൂമാണ്. ഈ വാതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ സാധാരണ ഇപ്പോൾ കാണുന്ന വീടിൻ്റെ വാതിലിനെക്കാട്ടിലും എത്രയോ ഇരട്ടിയിൽ അധികം ഉറപ്പുള്ളൊരു വാതിലാണിത്. ഈ സ്റ്റെയർ കേസും പഴയ സ്റ്റെയർ കേസാണ്. അതുപോലെ തന്നെ ഇതൊരു വിൻഡോ ആണ്, മുകളിലേക്കുള്ള വിൻഡോ. മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത്. ഈ ഒരു ലോക്ക് സിസ്റ്റത്തിന് എവിടെയോ എന്തോ ഒരു ബന്ധമുണ്ട് അല്ലേ. ഈ കാണുന്നത് മുകളിലെ റൂമാണ്. മുകളിൽ 2 റൂമാണുള്ളത്, താഴെ അതുപോലെ തന്നെ 2 റൂം. ഈ ഒരു ഹോളിനെ പറ്റി അറിയുന്നവർ കമൻറ്റ് ചെയ്യാം. ഈ വീട്ടിലെ ഏറ്റവും ചെറിയ റൂമാണിത്. ഈ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് തന്നെ കുനിഞ്ഞുകൊണ്ടാണ്. ഇത് ഈ വീടിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗമാണ്. തട്ടുംപുറം എന്നാണ് ഞങ്ങളൊക്കെ പറയാറ്. ഈ കാണുന്നത് കിച്ചൻ്റെ വാതിലാണ്. ശരിക്ക് കിച്ചൻ്റെ വാതിൽ ഇതായിരുന്നു, പക്ഷെ കിച്ചൻ്റെ ആ ഒരു ഏരിയ ഇതല്ലായിരുന്നു. ഇത് പുറത്തുള്ളൊരു ഏരിയ ആയിരുന്നു. കിച്ചൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്. ഇതെന്താ പറയുക സാധനം? തുപ്പണ കോളാമ്പി. ഫസ്റ്റ് കാണുന്നത് ഒരു പെട്ടിയാണ്, രണ്ടാമത്തത് പറയാണ്, മൂന്നാമത്തത് എടങ്ങായിയാണ്, നാലാമത്തത് ഉരുളിയാണ്, അഞ്ചാമത്തത് എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ. ഈ വീടിൻ്റെ അത്രയും തന്നെ പഴക്കമുണ്ട് ഈ കിണറിനും. വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ ഈ ഒരു ഭാഗത്താണ് ഇവർ നിർമ്മിക്കുന്നത്. ഇനി പോകുന്നത് പടിപ്പുര എന്ന് പറയുന്ന ഒരു മുറ്റത്തുള്ള പോർഷനിലേക്കാണ്. അവിടെ മുയലിനൊക്കെ വളർത്തുന്നുണ്ട്. മുയലിൻ്റെ കൂടാണത്. പടിപ്പുരയുടെ പുറകുവശമാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുളം നിൽക്കുന്ന സ്ഥലമൊക്കെ കാണാം. ഇതാണ് പടിപ്പുരയിൽ നിന്നുള്ള വീടിൻ്റെ ഭാഗം. ഇനി പോകുന്നത് നമ്മൾ കുളത്തിലേക്കാണ്. ആ കാണുന്ന അവിടെയാണ് കുളമുള്ളത്. വലിയ കുളമാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ഓക്കെ, ഈ കാണുന്നതൊക്കെ തറവാട്, തറവാട്ടിലെ സ്ഥലമാണ്. അല്ല, നമ്മൾ കുളത്തിലേക്കാണ് പോകുന്നത്. അടിപൊളി സ്ഥലമല്ലേ, അടിപൊളിയല്ലേ? കുട്ടികളൊക്കെ കുളിക്കാനൊക്കെ വരുന്നുണ്ട് എൻ്റെ ബാക്കിൽ. കണ്ട കുളത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ തറവാടാണ്. ഇനി നിങ്ങൾ കാണുന്നത് ഒരു പഴയ തറവാടിൻ്റെ കുളവും അതേപോലെ തന്നെ തറവാടുമാണ് കാണാൻ പോകുന്നത്. ഇതാണ് തറവാടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇതിലൂടെ ആയിരുന്നു മെയിൻ ഗേറ്റ്. വീഡിയോ വേറൊരു സുഹൃത്ത് എടുത്തതാണ്, അതുകൊണ്ട് തന്നെ ക്ലിയർ കുറവായിരിക്കും, ക്ഷമിക്കണം. ഇത് നേരത്തെ പറഞ്ഞ പടിപ്പുരയാണ്. 2 രീതിയിൽ പടിപ്പുരയുണ്ട്. ഒരു ഭാഗം ഇതും ഒരു ഭാഗം ഈ സൈഡിലും. വീട് ഇങ്ങനെയാണ്. സിറ്റൗട്ടൊക്കെ കണ്ടില്ലേ? ഇത് അടുക്കള ഭാഗമാണ്. ഇത് തറവാടിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത്.
എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ പുതിയ വീഡിയോകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. Thank you for watching. Stay tuned.